पाए। ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. परमेश्वर के वचन में से कुछ बातें सरलता और सादगी के साथ आपके सामने मैं रखना चाहता हूँ. വളരെ ലളിതമായി ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ചില സത്യങ്ങൾ നിങ്ങളുടെ മുൻപാകെ ഇന്ന് രാത്രി ഞാൻ വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. एक सुपरिचित भाग हम पढ़ा सुनेंगे, വളരെ പരിചിതമായ ഒരു ഭാഗം നാം വായിച്ചു കേൾക്കാൻ പോകുകയാണ്. और उसमें से कुछ खास बातें संक्षिप्त रीति से आज रात को मैं आपके साथ बांटना चाहता हूँ. ഇന്ന് രാത്രിയിൽ ആ ഭാഗത്തു നിന്നും വളരെ ലളിതമായി ചുരുക്കമായി ചില സത്യങ്ങൾ നാം ശ്രദ്ധിക്കാൻ പോകുകയാണ്. निकाले यूहन्ना रचित सुसमाचार उसका 8 अध्याय और 1 पद से लेकर 12 पद तक. യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ അതിന്റെ 12 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. यूहन्ना 8 अध्याय 1 पद से 12 पद. യോഹന്നാൻ 8-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. യേശുവോ ഒലിവുമലയിലേക്ക് പോയി. അധികാലത്ത് അവൻ പിന്നെയും ദൈവാലയത്തിൽ ചെന്നു. ജനമൊക്കെയും അവന്റെ അടുക്കൽ വന്നു. അവൻ ഇരുന്ന് അവരെ ഉപദേശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശാസ്ത്രിമാരും പരീശന്മാരും വ്യഭിചാരത്തിൽ പിടിച്ചിരുന്ന ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി അവനോട്, ഗുരു, ഈ സ്ത്രീയെ വ്യഭിചാര കർമ്മത്തിൽ തന്നെ പിടിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ളവരെ കല്ലെറിയണം എന്ന് മോശ ന്യായപ്രമാണത്തിൽ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. നീ ഇവളെ കുറിച്ച് എന്തു പറയുന്നു എന്ന് ചോദിച്ചു. ഇത് അവനെ കുറ്റം ചുമത്തുവാൻ സംഗതി കിട്ടേണ്ടതിന് അവനെ പരീക്ഷിച്ച് ചോദിച്ചതായിരുന്നു. യേശുവോ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അവർ അവനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ നിവർന്നു, നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ ഒന്നാമത് കല്ലെറിയട്ടെ എന്ന് അവരോട് പറഞ്ഞു. പിന്നെയും കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അവർ അത് കേട്ടിട്ട് മനസാക്ഷിയുടെ ആക്ഷേപം ഹേതുവായി മൂത്തവരും ഇളയവരും ഓരോരുത്തനായി വിട്ടുപോയി. യേശു മാത്രവും നടുവിൽ നിൽക്കുന്ന സ്ത്രീയും ശേഷിച്ചു. യേശു നിവർന്നു അവളോട്, സ്ത്രീയെ, അവർ എവിടെ? നിനക്ക് ആരും ശിക്ഷ വിധിച്ചില്ലയോ എന്ന് ചോദിച്ചതിന്, ഇല്ല കർത്താവേ എന്ന് അവൾ പറഞ്ഞു. ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോക, ഇനി പാപം ചെയ്യരുത് എന്ന് യേശു പറഞ്ഞു. യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിന്റെ വെളിച്ചം ആകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവൻ ആകും എന്ന് പറഞ്ഞു. इस सुपरिचित भाग को आपने कई बार पढ़ा होगा, വളരെ പരിചിതമായ ഈ വേദഭാഗം നാം അനവധി തവണ വായിച്ചവരായി, और कई बार इसमें से अनेक संदेश आपने सुने होंगे. അനവധി സന്ദേശങ്ങൾ ഈ ഭാഗത്ത് നാം കേട്ടിട്ടുള്ളവരാണ്. लेकिन परमेश्वर के कलाम की खूबसूरती यह है कि हर बार एक नयापन हमें उसमें मिलता. ദൈവവചനത്തിന്റെ വിശേഷത എന്നുള്ളത് നാം ആവർത്തിച്ച് കേൾക്കുമ്പോഴും പുതിയതായി നാം അത് അനുഭവിക്കുകയാണ്. इस बात की भूमिका हम सब अच्छी तरह जानते हैं. ഈ സന്ദർഭം ഈ വേദഭാഗത്തിന്റെ നാം വളരെ നന്നായി അറിയുന്നവരാണ്. पापिन स्त्री को यीशु मसीह के पास लाए പാപിയായ സ്ത്രീയെ കർത്താവിന്റെ അടുക്കൽ കൊണ്ടുവരുന്നു. और कहा, गुरु, कानून या व्यवस्था हमें बताती है कि ऐसों को पत्थर मार के मार डालना चाहिए. അവിടെ കർത്താവിനോട് പറയുന്നു, ഗുരു, ഇങ്ങനെയുള്ളവരെ, പാപിയായവരെ കല്ലെറിഞ്ഞു കൊല്ലേണ്ടവരാണല്ലോ. मगर तेरा क्या कहना है? എന്നാൽ നീ എന്തു പറയുന്നു? ऐसे कहकर वे उसकी परीक्षा ले रहे थे. ഈ നിലയിൽ കർത്താവിനെ പരീക്ഷിക്കുന്ന ഒരു സന്ദർഭമാണ്. लेकिन प्रभु झुककर कुछ लिखने लगा. എന്നാൽ കർത്താവ് കുനിഞ്ഞ് എഴുതിക്കൊണ്ടിരുന്നു. और फिर प्रभु ने कहा, तुम में से जो निष्पाप है वो पहला पत्थर मारे. കർത്താവ് പിന്നീട് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവർ കല്ലെറിയട്ടെ. उनका विवेक उन्हें दोष देने लगा. അവരുടെ മനസാക്ഷി അവരെ കുറ്റപ്പെടുത്തുവാൻ തുടങ്ങി. और लिखा है, छोटे से बड़े तक सब अपना पत्थर छोड़कर भाग गए, चले गए. വായിക്കുന്നത് പോലെ വലിയവർ മുതൽ ചെറിയവർ വരെ ഓരോരുത്തരായി പോയിക്കൊണ്ടിരുന്നു. तब यीशु मसीह ने उस स्त्री से पूछा, हे नारी, क्या तुझे किसी ने दंड नहीं दिया? കർത്താവ് ആ സ്ത്രീയോട് ചോദിക്കുന്നു, സ്ത്രീയെ, നിന്നെ ആരും ശിക്ഷിച്ചില്ലയോ? उसने कहा, नहीं प्रभु, किसी ने नहीं. അവൾ പറയുന്നു, കർത്താവേ, ആരും എനിക്ക് ശിക്ഷ വിധിച്ചില്ല. प्रभु ने कहा, मैं भी तुझे दंड नहीं देता, जा और फिर पाप न करना. കർത്താവ് പറയുന്നു, ഞാനും നിന്നെ ശിക്ഷിക്കുന്നില്ല, പോക, ഇനി പാപം ചെയ്യരുത്. और ये सारा वाक्य होने के बाद यीशु मसीह ने लोगों से कहा, ഇതെല്ലാം പറഞ്ഞതിനു ശേഷം കർത്താവ് ജനത്തോട് പറയുകയാണ്, संसार की ज्योति मैं हूँ. ലോകത്തിന്റെ വെളിച്ചം ഞാൻ ആകുന്നു. जो मेरे पीछे चलेगा എന്നെ അനുഗമിക്കുന്നവൻ वह दुनिया में ठोकर नहीं खाएगा, അവൻ ഇരുളിൽ നടക്കുകയില്ല, लेकिन जीवन के प्रकाश में जीवन बिताएगा. ജീവന്റെ വെളിച്ചമുള്ളവൻ അവൻ ആയിത്തീരും. इस भाग से प्रभु यीशु मसीह के बारे में 3 सरल और स्पष्ट बातें संक्षिप्त रीति से मैं आपको बताना चाहता हूँ. ഈ ഭാഗത്തു നിന്നും കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് വളരെ ലളിതമായ 3 സത്യങ്ങൾ നിങ്ങളുടെ മുൻപാകെ വയ്ക്കട്ടെ. पहली बात है प्रभु यीशु मसीह का अनुग्रह.
ഒന്നാമത്തെ കാര്യം കർത്താവായ യേശുക്രിസ്തുവിന്റെ അനുഗ്രഹമാണ്. दूसरी बात है प्रभु यीशु मसीह की करुणा. രണ്ടാമത് നമ്മുടെ കർത്താവിന്റെ ദയ എന്നുള്ള വിഷയമാണ്. और तीसरी बात है प्रभु यीशु मसीह का संदेश. മൂന്നാമത് നമ്മുടെ കർത്താവ് നൽകുന്ന സന്ദേശം. सबसे पहले हम देखें प्रभु यीशु मसीह का अनुग्रह. ആദ്യമായി കർത്താവിന്റെ അനുഗ്രഹത്തെ നമുക്ക് ശ്രദ്ധിക്കാം. या सरल भाषा में यूं कहें प्रभु यीशु मसीह की मेहरबानी. കർത്താവ് നമ്മോട് കാണിക്കുന്ന വലിയ കരുണയാണ് ഇവിടെ നാം ശ്രദ്ധിക്കുന്നത്. अनुग्रह का मतलब क्या है? കൃപയുടെ അർത്ഥം എന്താണ്? अनुग्रह का मतलब वो आशीषें पाना जिसके हम हकदार नहीं हैं. ആ കൃപയുടെ അർത്ഥമാണ് നാം അർഹിക്കാത്ത അനുഗ്രഹം പ്രാപിക്കുക. बहुत बड़ी आशीष है, വലിയ അനുഗ്രഹങ്ങൾ, बहुत उम्दा पद है, വലിയ ഉയർന്ന സ്ഥാനം, बहुत ऊंचा स्थान है. വലിയ ഉയർന്ന പദവികൾ वो मेरे लिए नहीं है, അത് എനിക്ക് അർഹിക്കുന്നതല്ല, वो मेरा ओहदा नहीं है. അത് എനിക്കുള്ളതല്ല. लेकिन परमेश्वर मुझ जैसे नाचीज को देखकर कहता है, चल आ, ये सारी बरकतें तेरे नाम मैंने की. ആ കർത്താവ് എനിക്ക് അയോഗ്യനായ എന്നോട് ഇതെല്ലാം നിനക്കുള്ളതാണ്, നിനക്ക് വേണ്ടി ഞാൻ തയ്യാറാക്കിയതാന്ന് പറഞ്ഞ് നമുക്കത് തരികയാണ്. इस भाग में भी हम प्रभु यीशु मसीह के अनुग्रह के बारे में हम पढ़ते हैं. ഈ ഭാഗത്തും കർത്താവായ യേശുക്രിസ്തുവിന്റെ ഇപ്രകാരമുള്ള കൃപയാണ് നാം കാണുന്നത്. यहाँ एक पापिन स्त्री खड़ी है, ഇവിടെ പാപിയായ സ്ത്രീയെ നാം ശ്രദ്ധിക്കുമ്പോൾ यहाँ पर बहुत बड़ी भीड़ खड़ी है. ഇവിടെ വലിയൊരു പുരുഷാരത്തെ നാം കാണുന്നു. सबके हाथ में बड़ा या छोटा पत्थर है. എല്ലാവരും കൈകളിൽ ചെറുതും വലുതുമായ കല്ലുകളേന്തി നിൽക്കുകയാണ്. आज्ञा पाने की देरी, पत्थर मार मार कर उसे मार डालने की पूर्ण तैयारी है. കൽപ്പന ലഭിച്ചാലുടൻ കല്ലുകൾ എറിഞ്ഞ് ഈ സ്ത്രീയെ കൊല്ലുവാൻ അവർ തയ്യാറാണ്. लेकिन इसके बीच में एक व्यक्ति खड़ा है. എന്നാൽ ഇവരുടെ മധ്യത്തിൽ ഒരു വ്യക്തി നിൽക്കുകയാണ്. और वो कौन है? അതാരാണ്? वो साक्षात परमेश्वर का पुत्र प्रभु यीशु मसीह है. അത് ദൈവപുത്രനായ യേശുക്രിസ്തുവാണ്. वो परमेश्वर, स्वयं परमेश्वर है. അവൻ സ്വയം ദൈവമാണ്. मैं आपसे पूछना चाहता हूँ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, इन भीड़ में किसी की हैसियत है परमेश्वर का दर्शन करने के लिए? ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ദൈവത്തെ കണ്ടവരായി കാണുവാൻ യോഗ്യതയുള്ളവരായിട്ടുണ്ടോ? इस पापिन स्त्री की कोई हैसियत है कि परमेश्वर के पुत्र का दर्शन करे साक्षात अपने सामने? ആ തന്റെ ജീവിതത്തിൽ ഈ പാപിയായ സ്ത്രീക്ക് ജീവനുള്ള ദൈവത്തെ കാണുവാനുള്ള അർഹതയുണ്ടോ? किसी के पास कोई हैसियत नहीं है. ആർക്കും ഇങ്ങനെയുള്ള അധികാരമില്ല. लेकिन ये परमेश्वर का बड़ा अनुग्रह है. എന്നാൽ ഇത് ദൈവത്തിന്റെ വലിയ കൃപയാണ്. प्रभु यीशु मसीह का बड़ा अनुग्रह है. യേശു കർത്താവിന്റെ വലിയ അനുഗ്രഹമാണ്. स्वर्ग की सारी महिमा को तजकर मेरे और आपके समान एक मनुष्य बनकर इस दुनिया में आया. और देखिए, पापी इंसानों के सामने निष्पाप प्रभु यीशु मसीह साक्षात खड़ा है. ഈ സ്വർഗത്തിലെ സകല നന്മകളും ഉപേക്ഷിച്ച്, സർവ്വ അനുഗ്രഹങ്ങളും ഉപേക്ഷിച്ച് ഭൂമിയിലേക്ക് മനുഷ്യനായി അവതരിച്ച് പാപികളായ മനുഷ്യരുടെ മുമ്പാകെ പ്രത്യക്ഷപ്പെടുക എന്നുള്ളത് ദൈവത്തിന്റെ വലിയ കൃപയാണ്. इंसान की हैसियत नहीं कि वो परमेश्वर के सामने खड़ा हो. മനുഷ്യൻ ദൈവ മുൻപാകെ നിൽക്കുവാൻ യാതൊരു നിലയിലും അർഹനല്ല. केरल के मुख्यमंत्री साहब का नाम क्या है? കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പേരെന്താണ്? आप सब जानते हैं, अच्युतानंदन साहब. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കേരളത്തിന്റെ മുഖ്യമന്ത്രി അച്യുതാനന്ദനാണ്. मैं आपसे एक सवाल पूछना चाहता हूँ. ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. आप में से कितने लोगों ने व्यक्तिगत रीति से उनके ऑफिस में जाकर उनसे मुलाकात की? നിങ്ങളിൽ എത്ര പേർ കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി വ്യക്തിപരമായി അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ട്? शायद हम में से किसी ने नहीं किया. ഒരുപക്ഷെ നമ്മിൽ ആരും തന്നെ അങ്ങനെ ചെയ്തിട്ടുണ്ടാകണമെന്നില്ല. क्यों? എന്തുകൊണ്ടാണ്? वो एक बहुत बड़े मुख्यमंत्री, കാരണം അദ്ദേഹം ഈ ദേശത്തിന്റെ ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ്. वो एक बड़े अधिकारी हैं, बड़े नेता हैं. അദ്ദേഹത്തിന്റെ ഒരു ഉയർന്ന സ്ഥാനമുണ്ട്, ഒരു അധികാരിയാണ് അദ്ദേഹം. मेरी और आपकी कोई हैसियत नहीं कि हम उनके दफ्तर में जाएं और उनके साथ चाय पिए. അദ്ദേഹത്തിന്റെ ഓഫീസിൽ കടന്നുപോയി അദ്ദേഹത്തോടൊപ്പം ചായ കുടിക്കുവാനുള്ള ആ അർഹത, യോഗ്യത ഒരുപക്ഷെ നമ്മിൽ ആർക്കും ഉണ്ടാകണം. मेरी बात गौर से सुनिए. എന്റെ വാക്കുകളെ വളരെ ശ്രദ്ധിച്ചു കേൾക്കുക. जब इंसान इंसान से नहीं मिल सकता, മനുഷ്യർ മറ്റൊരു മനുഷ്യനെ ഈ നിലയിൽ സംബന്ധപ്പെടുവാൻ, കാണുവാൻ സാധ്യമല്ലാതിരിക്കുമ്പോൾ, जब इंसान दूसरे इंसान के साथ कोई रिश्ता संबंध नहीं कायम कर सकता, മനുഷ്യൻ മറ്റൊരു മനുഷ്യനുമായി ഈ നിലയിൽ ബന്ധപ്പെടുവാൻ സാധിക്കാതിരിക്കുമ്പോൾ, इंसान की क्या हैसियत कि वो परमेश्वर के सामने खड़ा हो सके? അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ മുൻപാകെ മനുഷ്യന് നിൽക്കുവാൻ എന്ത് യോഗ്യതയാണ്? लेकिन ये प्रभु यीशु मसीह की मेहरबानी, उसका अनुग्रह है कि वो
वो मनुष्य अवतार लेकर इस दुनिया में आया और हमारे सामने साक्षात खड़ा। ഇത് കർത്താവിന്റെ വലിയ ദയയാണ്, അനുഗ്രഹമാണ്. അവൻ മനുഷ്യനായി ഭൂമിയിലേക്ക് അവതരിച്ചു. बाइबल प्रभु यीशु मसीह के अनुग्रह के बारे में हमें बताती है। ദൈവത്തിന്റെ വചനത്തിൽ കർത്താവായ യേശുവിന്റെ കൃപയെ കുറിച്ച് നാം വായിക്കുന്നു. हम पढ़ेंगे दूसरा कुरिन्थियों की पत्री 8 अध्याय उसका 9 पद। കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 8-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം കൂടെ നാം ഈ സന്ദർഭത്തിൽ വായിക്കാം. वहां पर बड़े स्पष्ट रूप से यीशु मसीह का अनुग्रह दान लिखा है। ആ ദൈവത്തിന്റെ വലിയ കൃപയെ കുറിച്ച് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 8-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നൻ ആയിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നർ ആകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. यहाँ पर प्रभु यीशु मसीह के अनुग्रह का बयान है। കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയുടെ വർണ്ണനമാണ് ഇവിടെ നാം വായിക്കുന്നത്. धनवान होते हुए भी हमारे लिए कंगाल बना, സമ്പന്നനായിരുന്നിട്ടും അവൻ ദരിദ്രനായി തീർന്നു. ताकि उसके कंगाल हो जाने से हम धनवान बन जाएं। അവൻ ദരിദ്രനായി തീർന്നത് കൊണ്ട് നാം സമ്പന്നരായി തീരണം. प्रभु यीशु मसीह धनवानों का धनवान था। കർത്താവ് ധനികരുടെ ധനികനായി ജീവിച്ചവനാണ്. कितना धनवान है? എത്ര ധനികനാണ്? पढ़िए भजन संहिता 50 उसका 12 पद। സങ്കീർത്തനം 50-ന്റെ 12-ാം വാക്യം നമുക്ക് വായിക്കാം. वहाँ परमेश्वर के धन के बारे में हम पढ़ते हैं। ദൈവത്തിന്റെ സമ്പത്തിനെ കുറിച്ച്, ധനത്തെ കുറിച്ച് നാം അവിടെ വായിക്കുന്നുണ്ട്. भजन 50 उसका 12 पद। 50-ാം സങ്കീർത്തനം അതിന്റെ 12-ാം വാക്യം. എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് പറയുകയില്ല, ഭൂലോകവും അതിന്റെ നിറവും എന്റേതത്രേ. यहाँ पर परमेश्वर कहता है संसार और संसार की पूर्णता मेरी है। ഇവിടെ ദൈവം പറയുകയാണ്, ഈ ഭൂമിയിലുള്ളതെല്ലാം എന്റേതാണ്, അതിന്റെ നിറവും എന്റേതാണ്. भजन संहिता 24 उसके पहले पद में भी कुछ ऐसा ही लिखा है। 24-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യത്തിലും ഇങ്ങനെ തന്നെയാണ് നാം വായിക്കുന്നത്. पूरा संसार और संसार के निवासी भी मेरा है। ഈ ഭൂലോകവും അതിലെ സകല ജനവും എന്റേതാണ്. कौन सा धनवान ऐसा कह सकता है? ഈ ഏത് മറ്റൊരു ധനികൻ ഇപ്രകാരം പറയുവാനായിട്ട് കഴിയും? कौन करोड़पति ऐसा दावा कर सकता ഈ है? ലോകത്തിലെ ഏത് കോടീശ്വരൻ ഇങ്ങനെ പറയുവാനായിട്ട് കഴിയും? सारा संसार मेरा है, संसार के सारे लोग मेरे अपने हैं। ഭൂലോകവും അതിലെ നിവാസികളും എന്റേത് എന്ന് പറയുവാൻ ആർക്ക് കഴിയും? कोई नहीं कह सकता है। ആർക്കും കഴിയില്ല. लेकिन ये प्रभु यीशु मसीह का धन है। ഇത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ സമ്പത്താണ്. ये सब उसी का है, उसी के ओर से है। ഇത് മുഴുവൻ അവന്റേതാണ്, അവനിൽ നിന്നാണ്. लेकिन कुरिन्थियों 8:9 में हमने पढ़ा धनवान होते हुए भी वह कंगाल बन गया। എന്നാൽ കൊരിന്ത്യ ലേഖനത്തിൽ നാം വായിച്ചതുപോലെ സമ്പന്നനായിരുന്നിട്ടും ദരിദ്രനായി തീർന്നു. कितना कंगाल बना? എത്ര ദരിദ്രനായി? हम पढ़ेंगे मत्ती 17 अध्याय उसका 27 पद। മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം നമുക്ക് വായിക്കാം. वहाँ यीशु मसीह के कंगालपन के बारे में एक इशारा हम पाते हैं। കർത്താവായ യേശു ക്രിസ്തു ദരിദ്രനായി തീർന്ന വിഷയം നാം അവിടെ വായിക്കുകയാണ്. എങ്കിലും നാം അവർക്ക് ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന് നീ കടലിലേക്ക് ചെന്ന് ചൂണ്ടലിട്ട് ആദ്യം കിട്ടുന്ന മീനിനെ എടുക്ക. അതിന്റെ വായു തുറക്കുമ്പോൾ ഒരു ചതുർദ്രഹ്മപ്പണം കാണും. അതെടുത്ത് എനിക്കും നിനക്കും വേണ്ടി കൊടുക്ക എന്ന് പറഞ്ഞു. प्रभु यीशु मसीह के शब्द हैं। യേശു കർത്താവാണ് ഇവിടെ സംസാരിക്കുന്നത്. पतरस को मंदिर में कर देने का सवाल है। ഇവിടെ പത്രോസിനോടുള്ള ബന്ധത്തിൽ മന്ദിരത്തിൽ കരം കൊടുക്കുന്ന വിഷയമാണ് സംസാരിക്കുന്നത്. और उस संदर्भ में प्रभु ने पतरस से कहा, ഈ സന്ദർഭത്തിൽ കർത്താവ് പത്രോസിനോട് പറയുന്നു, क्योंकि उनको ठोकर ना लगे, ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന് तू जाकर एक मछली पकड़ നീ കടലിൽ പോയി ഒരു മീൻ പിടിക്കുക, और उसका मुंह खोलना, ആ മീനിന്റെ വായ തുറക്കുക, और उसमें एक सिक्का मिलेगा, അവിടെ നിനക്ക് ഒരു പണം ലഭിക്കുന്നു. और उस सिक्के को तेरे और मेरे एवज में कर के रूप में मंदिर में चढ़ा देना। അത് ദേവാലയത്തിൽ കരമായി എനിക്കും നിനക്കും വേണ്ടി നൽകുക. मेरा सवाल, എന്റെ ചോദ്യം ഇതാണ്, ऐसा बताते समय प्रभु यीशु मसीह के जेब में कितने सिक्के थे? കർത്താവ് ഇത് പറയുമ്പോൾ തന്റെ പോക്കറ്റിൽ എത്ര നാണയം വെച്ചിട്ടുണ്ടായിരിക്കും? हम सब अच्छी तरह जानते हैं एक सिक्का भी नहीं था। നമുക്ക് പറയുവാനായിട്ട് കഴിയും, അവന്റെ പോക്കറ്റിൽ ഒന്നും തന്നെ ഇല്ലായിരുന്നു. किसके जेब में एक सिक्का नहीं? ഇന്ന് ആരുടെ പോക്കറ്റിലാണ് ഒരു നാണയവും ഇല്ലാതിരിക്കുന്നത്? दुनिया का धनवान परमेश्वर, ഈ ലോകത്തിന്റെ സർവ്വ സമ്പത്തിന്റെ ഉടമയായ जब ദൈവം वो मनुष्य रूप लेकर इस संसार में आया, ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി അവതരിച്ചപ്പോൾ वो इतना कंगाल और निर्धन बन गया അവൻ ഇത്രമാത്രം ദരിദ്രനായി തീർന്നു. कि उसको मंदिर में कर देने के लिए एक सिक्का जेब में। ദേവാലയത്തിന്റെ നികുതി അടയ്ക്കുവാൻ പോലും തന്റെ പക്കൽ ഒരു നാണയമില്ലാതെ വന്നു. जब वो क्रूस पर था, ക്രൂശിൽ താൻ കിടക്കുമ്പോൾ लोग उसके सैनिक उसके कपड़े आपस में बांट रहे थे। കർത്താവിന്റെ ആ വസ്ത്രം അവര് വിഭജിച്ചെടുക്കുകയാണ്. आमतौर पर मौत के बाद लोगों का धन संपत्ति हम बांटते
बांटते हैं। ആ മരണശേഷം ജനങ്ങൾ അവരുടെ സമ്പത്തിനെ വിഭാഗിച്ചെടുക്കാറുണ്ട്. प्रभु यीशु मसीह की संपत्ति क्या है? യേശു കർത്താവിന് ഇങ്ങനെ വിഭാഗിച്ചെടുക്കുവാൻ എന്ത് സമ്പത്താണുള്ളത്? केवल तन के वस्त्र, താൻ ധരിച്ചുകൊണ്ടിരുന്ന വസ്ത്രം മാത്രം. उसके अलावा कुछ उसके पास नहीं है। ഇത് കൂടാതെ തനിക്ക് സമ്പത്തായി ഒന്നുമില്ല. धनवान होने पर भी कंगाल बन गया, ये उसका अनुग्रह है। ദൈവത്തിന്റെ കൃപയാണ് ധനികനായിരുന്നിട്ടും താൻ ദരിദ്രനായി തീർന്നു. उसके जन्म के बारे में देखिए, അവന്റെ ജനനത്തെ കുറിച്ച് നാം എന്താണ് വായിക്കുന്നത്? कैसे गंदे मेले स्थान में उसका जन्म हुआ। ഏറ്റവും താഴ്ന്നതായ സ്ഥാനത്ത് താൻ ജനനം എടുക്കുകയാണ്. अरे आज के जमाने में तो मजदूर भी चाहते हैं कि हमारे बच्चे का जन्म अच्छे सरकारी अस्पताल में हो। ഇന്നത്തെ കാലത്ത് ഏറ്റവും താഴേക്കിടയിലുള്ളവർ പോലും ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജനനം ഏറ്റവും നല്ല ആശുപത്രികളിലായിരിക്കും. लेकिन यीशु मसीह के सिलसिले में हम पढ़ते हैं, सराय में उनके लिए कोई जगह नहीं थी। എന്നാൽ യേശു കർത്താവിനെ കുറിച്ച് നാം വായിക്കുന്നത് അദ്ദേഹത്തിന് ജനിക്കുവാൻ പോലും സ്ഥലം ലഭിച്ചില്ല. गौशाले में, चरनी में जहाँ जानवरों को बांधते हैं, ऐसे स्थान में, मार्ग में प्रभु यीशु मसीह का जन्म हुआ। അതുകൊണ്ട് തന്നെ നമ്മുടെ കർത്താവിന്റെ ജനനം വഴിയരികിലായി ആ മൃഗങ്ങളോട് കൂടിയൊക്കെയാണ് നാം കാണുന്നത്. उसके जीवन के बारे में देखिए, അവന്റെ ജീവിതത്തെ കുറിച്ച് നോക്കുക. सबकी उसने सहायता और मदद की। എല്ലാവരും അവനെ സഹായിക്കുന്നവരായി കാണുന്നു. उसने अंधों को आंखें दी, അന്ധരായവരെ അവരുടെ കണ്ണുകൾ അവൻ തുറന്നു. उसने लंगड़ों को पैर दिए, അവന് നടക്കുവാനുള്ള ശക്തി നൽകി. उसने मुर्दों को जीवन दिया, മരിച്ചവരെ അവൻ ഉയർപ്പിച്ചു. बड़े बड़े आश्चर्य कर्म लोगों की भलाई के लिए किया। ജനത്തിന് നന്മയ്ക്ക് വേണ്ടി വലിയ അത്ഭുത പ്രവർത്തികളെ ചെയ്തു. लेकिन जब उसकी सहायता की बारी आई, എന്നാൽ അവനെ സഹായിക്കേണ്ട അവസരം വന്നപ്പോൾ भजन संहिता 69 में हम इस प्रकार पढ़ते हैं, 69-ാം സങ്കീർത്തനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: मैंने किसी तरस खाने वाले को ढूंढा लेकिन को ना पाया। സഹായിക്കുവാൻ ഞാൻ നോക്കി ആരെയും കണ്ടില്ല. उसके मृत्यु में देखिए, അവന്റെ മരണത്തെ കുറിച്ച് നോക്കുക. तन पे जो वस्त्र थे, केवल वो वस्त्र ही लेकर सैनिक आपस में बांटने लगे। താൻ ധരിച്ചുകൊണ്ടിരുന്ന ആ വസ്ത്രം തന്നെ പടയാളികൾ പിന്നീട് വിഭാഗിച്ചെടുത്തു. इतना दरिद्र बन गया, അവൻ ഇത്രമാത്രം ദരിദ്രനായി തീർന്നു. इतना कंगाल बन गया। ഒന്നുമില്ലാത്തവനായി ये തീർന്നു. क्या हमें बताता है? ഇത് നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ്? ये हमें ये बताता है कि प्रभु यीशु मसीह अनुग्रहकारी परमेश्वर है। കർത്താവായ യേശു ക്രിസ്തു കൃപയുള്ളവനാണ് എന്ന സത്യം നമ്മെ ये പഠിപ്പിക്കുന്നു. उसका अनुग्रह दान है। ഇത് കർത്താവിന്റെ കൃപാദാനമാണ്. धनवान होते हुए भी कंगाल बन गया कि उसके कंगाल हो जाने से हम धनी हो जाएं। സമ്പന്നനായിരുന്നവൻ ദരിദ്രനായി തീർന്നത് ദരിദ്രരായിരുന്ന നമ്മെ സമ്പന്നരാക്കുവാനാണ്. अरे वो महान परमेश्वर है। ഇത്ര വലിയവനായ ദൈവം. यदि आप भूगोल शास्त्र पढ़ें, നാം ഭൂമിശാസ്ത്രം പഠിക്കുകയാണെങ്കിൽ हम देखते हैं बड़े बड़े तारे और सूरज और चांद और पृथ्वी के बारे में जब पढ़ते हैं, നാം ഭൂമിയെക്കുറിച്ചും ഇതര ഗ്രഹങ്ങളെക്കുറിച്ചും നമുക്ക് പഠിക്കുവാൻ കഴിയും. हम वैज्ञानिक हमें बताते हैं कि इतने बड़े भूमंडल में पृथ्वी एक छोटे बिंदु या डॉट के समान है। ഈ വലിയ ലോകത്തെ കുറിച്ച് പറയുമ്പോൾ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് നമ്മുടെ ഭൂമി എന്നുള്ളത് അതിൽ ഒരു ചെറിയ ഗ്രഹം മാത്രമാണ്. इतने बड़े ब्रह्मांड में ये पूरी दुनिया, कोटेम शहर नहीं, पूरी दुनिया एक छोटी बिंदु मात्र है। ഇത്ര വലിയ ഈ അഖിലാണ്ടത്തെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ഈ കോട്ടയത്തെ കുറിച്ചല്ല, നാം വസിക്കുന്ന ഭൂമിയെ കുറിച്ച് പറയുന്നത് അതൊരു ചെറിയ ഗ്രഹം മാത്രമാണ്. और यदि इस बड़े ब्रह्मांड में पृथ्वी एक छोटा सा बिंदु है, तो मैं और आप भला कौन? ഈ വലിയ അഖിലാണ്ടത്തിൽ ഈ ഭൂമി കേവലം ഒരു ബിന്ദു മാത്രമാണെങ്കിൽ ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ എന്താണ്? हम तो उस भाप के समान हैं जो अभी हैं और तभी लोप हो जाती। ഇന്ന് കണ്ട് ഉടനെ തന്നെ നശിച്ചു പോകുന്ന ആ സസ്യങ്ങൾക്ക് സമരാണ് നാം. हम उन मैदान के फूल के समान हैं जो सुबह खिलता है, शाम को मुरझा जाता है। രാവിലെ നാം കാണുകയും വൈകിട്ട് ഉതിർന്നു പോവുകയും ചെയ്യുന്ന ആ फूलों नाम तुल्यरान। वचन हमें बताता है हमारा जीवन उस पानी के बुलबुले के समान है जो देखते ही देखते फूट जाता है, बर्बाद हो जाता है। ദൈവവചനത്തിൽ നാം വായിക്കുന്നത് ആ വെള്ളത്തിലെ കുമിളകൾക്ക് തുല്യമാണ്, നാം കാണുമ്പോൾ തന്നെ അതില്ലാതായി തീരുകയാണ്। इतने बड़े ब्रह्मांड के इतने छोटे से पृथ्वी में इतने अगण्य इंसान जो मैं और आप हैं, ഇത്ര വലിയ ഈ അഖിലാണ്ടത്തിൽ ഇത്രയും ചെറിയവരായ ഞാനും നിങ്ങളും ഉള്ളപ്പോൾ हमारे बारे में यीशु मसीह ने कहा तुम्हारे सर के बाल गिने हुए हैं। നമ്മെ കുറിച്ച് കർത്താവ് പറയുന്നത് നിങ്ങളുടെ തലയിലെ ഓരോ രോമവും എണ്ണപ്പെട്ടിരിക്കുകയാണ്। जो बातें आपके बारे में आप नहीं जानते वो बातें आपके बारे में खुदा जानता है। നമ്മളെ കുറിച്ച് നാം അറിയാത്ത എല്ലാ കാര്യങ്ങളും എല്ലാവിധമായ കാര്യങ്ങളും
ദൈവം. क्यों? എന്തുകൊണ്ടാണ് അങ്ങനെ? क्योंकि ये उसका अनुग्रह दान है. യെസ്, ഇതെല്ലാം അവന്റെ കൃപയുടെ ദാനമാണ്. यदि उसकी मेहरबानी, उसका अनुग्रह न हो तो एक पल हम जिंदों की जमीन पर कायम नहीं रह सकते. ഈ വലിയവനായ ദൈവത്തിന്റെ അനുഗ്രഹമില്ലെങ്കിൽ, കൃപയില്ലെങ്കിൽ നാം ഒരു നിമിഷം പോലും ഈ ഭൂമിയിൽ ജീവിപ്പാൻ അർഹതയുള്ളവരല്ല. एक परमेश्वर के दास ने अपनी पुस्तक में इस प्रकार लिखा है. ഒരു ദൈവദാസൻ തന്റെ പുസ്തകത്തിൽ പ്രകാരം എഴുതി. उन्होंने ऐसे एक काल्पनिक बात अपने पुस्तक में लिखी है. അദ്ദേഹം ഇങ്ങനെ കാൽപ്പനികമായിട്ട് എഴുതിയ ഒരു വിഷയമാണ്. ये हकीकत नहीं है, अपनी कल्पना में उन्होंने ऐसा लिखा है सारे जानकारी इकट्ठे करने के बाद. സംഭവിച്ച കാര്യമല്ല, അദ്ദേഹം ചിന്തിച്ച് എഴുതിയ ഒരു വിഷയമാണ്. उन्होंने कहा, मान लीजिए हम 1 रुपए में 1000 किलोमीटर की यात्रा कर सकते हैं. അദ്ദേഹം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, നാം 1 രൂപ കൊണ്ട് 1000 കിലോമീറ്റർ നാം സഞ്ചരിക്കുകയാണെന്ന് വിചാരിക്കുക. ऐसा हो नहीं सकता आज के जमाने में, लेकिन मान लीजिए एक बात समझाने के लिए कि 1 रुपए में हम 1000 मील यात्रा, किलोमीटर यात्रा कर सकते हैं. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, 1 രൂപ കൊണ്ട് 1000 കിലോമീറ്റർ നാം സഞ്ചരിക്കുകയാണെന്ന് വിചാരിക്കുക. और उन्होंने कहा, यदि हम ऐसा मान लेते हैं, നാം അങ്ങനെയൊന്ന് വിചാരിക്കുകയാണെങ്കിൽ തന്നെ, तो उन्होंने कहा चांद तक इंसान को पहुंचने के लिए कुल खर्चा 9 रुपए का आएगा. ചന്ദ്രൻ വരെ നാം ഈ ഭൂമിയിൽ നിന്ന് സഞ്ചരിക്കുകയാണെങ്കിൽ ആ കണക്കനുസരിച്ച് 9 രൂപ നാം ചെലവഴിക്കേണ്ടി വരും. और फिर उन्होंने कहा, इस खर्चे के मुताबिक, इस अनुमान के मुताबिक सूर्य तक पहुंचने के लिए 14 रुपए का खर्च आएगा. അദ്ദേഹം തുടർന്ന് എഴുതുകയാണ്, നാം ഇങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ സൂര്യൻ വരെ നാം സഞ്ചരിക്കുവാൻ 14 രൂപ നമുക്ക് ചെലവഴിക്കേണ്ടതായിട്ട് വരും. और फिर उन्होंने अंत में ऐसा लिखा, അവസാനമായി അദ്ദേഹം എഴുതുകയാണ്, सबसे नजदीक तारा जो है पृथ्वी के, ഈ ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം, और उस तक यदि हमें पहुंचना है, അവിടം വരെ നാം പോകുവാൻ ആഗ്രഹിക്കുകയെന്ന് वो വിചാരിക്കുക. चांद और सूरज से भी बहुत दूर है. सबसे नजदीक तारा നമ്മുടെ ഭൂമിയോട് വളരെ അടുത്ത ഗ്രഹം പോലും, നക്ഷത്രം പോലും സൂര്യനിൽ നിന്നും ചന്ദ്രനിൽ നിന്നും ഒക്കെ വളരെ ദൂരത്തിലാണ്. और अनुमान के मुताबिक यदि 9 रुपए में चांद, 14 रुपए में सूरज तक पहुंच सकते हैं, നാം ചിന്തിച്ചതുപോലെ 9 രൂപയ്ക്ക് നാം ചന്ദ്രനിലും 14 രൂപയ്ക്ക് സൂര്യനിലും എത്തിച്ചേരുമെങ്കിൽ, तो इस अनुमान के मुताबिक सबसे नजदीकी तारे तक पहुंचने के लिए 210 करोड़ रुपए का खर्च करना पड़ेगा. അദ്ദേഹം പറയുകയാണ്, 210 കോടി രൂപ നാം ചെലവഴിച്ചെങ്കിൽ മാത്രമേ ഏറ്റവും അടുത്തുള്ള നക്ഷത്രത്തിൽ നമുക്ക് എത്തിച്ചേരുവാൻ കഴിയൂ. सबसे दूर तारा नहीं, सबसे नजदीक तारा जो शायद रोज रात को आप देखते हैं आसमान. ഒരുപക്ഷെ നാം എന്നും രാത്രിയിൽ കാണുന്ന നമ്മോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രത്തിൽ എത്തുവാൻ ഇത്രയധികം ചെലവ്. इतना बड़ा परमेश्वर है. നമ്മുടെ ദൈവം എത്ര വലിയവനാണ്. और इस परमेश्वर के बारे में लिखा है, वो तारों को गिनता है और उन्हें नाम लेकर पुकारता है. നാം ഈ ദൈവത്തെ കുറിച്ച് വായിക്കുന്നത് നക്ഷത്രങ്ങളെ എണ്ണി അവയെ പേർ ചൊല്ലി വിളിക്കുന്നവൻ എന്നാണ്. हमारे राजस्थान में गर्मी बहुत पड़ती है, ഞങ്ങളുടെ ദേശമായ രാജസ്ഥാന് വളരെയധികം ചൂട് ഉള്ള പ്രദേശമാണ്. और गर्मी के समयों में हम छत में जाकर सोते हैं रात को. ഈ ചൂടുള്ള സമയത്ത് അധികം ആൾക്കാരും ഉറങ്ങുന്നത് വീടിന്റെ മേളിലാണ്. क्योंकि पंखे और कूलर सब नाकाम हो जाते हैं. അവിടെ ഈ സമയത്ത് ഉപയോഗിക്കുന്ന ഫാനും മറ്റും ചൂട് കുറയ്ക്കുവാൻ, ശമിപ്പിക്കുവാൻ ഉതകുന്നതല്ല. और हमारे बचपन में जब हमको नींद नहीं आती रात को, ഞങ്ങളുടെ ചെറുപ്പത്തിൽ രാത്രിയിൽ ഇങ്ങനെ കിടക്കുമ്പോൾ, ഉറക്കം വരാതിരിക്കുമ്പോൾ, तो हमारे बच्चे हमको पूछते हैं, बोलते हैं अपनी माँ से, माँ मुझे नींद नहीं आ रही. അപ്പോൾ ചെറിയ കുട്ടികൾ അമ്മയോട് പറയാറുണ്ട്, ഞങ്ങൾക്ക് ഉറക്കം വരുന്നില്ല. तो माँ एक बात बोलती है, അപ്പോൾ സാധാരണ അമ്മമാര് കുഞ്ഞുങ്ങളോട് പറയുന്ന ഒരു കാര്യം, बेटा आसमान के तारों को गिनना शुरू करो, नींद आ जाएगी. നീ ഒരു കാര്യം ചെയ്തുകൊള്ളുക, ഇങ്ങനെ കിടക്കുമ്പോൾ ഈ ആകാശത്തിലെ നക്ഷത്രങ്ങളെ എണ്ണുവാൻ ഒരുങ്ങിക്കൊള്ളൂ, അപ്പോൾ നിനക്ക് തനിയെ ഉറക്കം വന്നുകൊള്ളൂ. भला कौन गिन सकता है? ഈ നക്ഷത്രങ്ങളെയൊക്കെ ആർക്ക് എണ്ണി തീർക്കുവാൻ കഴിയും? परमेश्वर गिन सकता है. ദൈവം മാത്രം അത് हम ചെയ്യുന്നവരാണ്. नहीं कर सकते हैं. നമ്മളത് ചെയ്യുവാൻ കഴിവുള്ളവരല്ല. इतना महान परमेश्वर ഇത്ര വലിയവനായ ദൈവം यहाँ किसके सामने खड़ा है? ഇവിടെ ആരുടെ മുൻപിലാണ് താൻ ऐसे പ്രത്യക്ഷനായത്? पापी लोगों के सामने खड़ा है. പാപികളായ മനുഷ്യരുടെ മുൻപാകെ താൻ और വരികയാണ്. आज रात को हमारे बीच में ये साक्षात प्रभु यीशु मसीह है. ഇന്ന് രാത്രിയിൽ നമ്മുടെ മധ്യത്തിൽ അവൻ ആഗതനാണ്. प्रभु यीशु मसीह आपके दिलों से बात कर रहा है. നിങ്ങളുടെ ഹൃദയങ്ങളോട് ഈ കർത്താവിന് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. इतना महान परमेश्वर आपका अनुग्रह, अपना अनुग्रह दान आपको देना ഈ चाहता है. വലിയവനായ ദൈവം തന്റെ കൃപാദാനം നമുക്ക് തരുവാൻ ആഗ്രഹിക്കുകയാണ്. परमेश्वर हमारे बीच में है. ये यीशु
यीशु मसीह का अनुग्रह है। നമ്മുടെ മധ്യത്തിൽ ദൈവം വന്നിട്ടുണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയാണ്. यीशु मसीह अनुग्रहकारी है। യേശു കർത്താവ് കൃപയുള്ളവനാണ്. वही नहीं, ഇത് മാത്രമല്ല, यीशु मसीह करुणामय परमेश्वर है। അവൻ കരുണയുള്ള ദയയുള്ള ദൈവമാണ്. प्रभु यीशु मसीह दया दिखाता है। കർത്താവായ യേശു ക്രിസ്തു ദയ ഉള്ളവനാണ്. प्रभु यीशु मसीह मुझे और आपके जीवन में करुणा दिखाता है। എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കരുണ കാണിക്കുന്നവൻ, ദയ കാണിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. 10 और 11 पद में യോഹന്നാൻ 8 अध्याय में हमने पढ़ा, प्रभु ने पूछा, क्या तुझे किसी ने दंड नहीं दिया? യോഹന്നാൻ 8 അധ്യായത്തിന്റെ 19 വാക്യങ്ങളിൽ ആ സ്ത്രീയോട് കർത്താവ് ചോദിക്കുന്നു, നിന്നെ ആരും ശിക്ഷ വിധിച്ചില്ലയോ? उसने कहा, नहीं प्रभु, किसी ने नहीं। ആ സ്ത്രീ പറയുകയാണ്, കർത്താവേ, ആരും എന്നെ ശിക്ഷ വിധിച്ചില്ല. प्रभु ने क्या कहा? കർത്താവിന്റെ മറുപടിയാണ് അവളോട് പറയുന്നത്, मैं भी तुझे दंड नहीं देता, ഞാനും നിന്നെ ശിക്ഷ വിധിക്കുന്നില്ല. जा मगर फिर पाप ना करना। നീ പോക, എന്നാൽ ഇനി പാപം ചെയ്യരുത്. प्रभु करुणा वहां पर उस स्त्री को दिखाया। ഈ സ്ത്രീയോടുള്ള ബന്ധത്തിൽ വലിയ ദയ കർത്താവ് കാണിക്കുന്നു. प्रभु इतना करुणा क्यों दिखाता है? ഇത്ര വലിയ ദയ എന്തുകൊണ്ടാണ് കർത്താവ് കാണിക്കുന്നത്? पढ़ेंगे भजन संहिता 103 उसका 8 पद। 103 സങ്കീർത്തനത്തിന്റെ 8 വാക്യം നാം വായിക്കുമ്പോൾ वहां पर हम देखते हैं प्रभु यीशु मसीह कैसे दया दिखाता है। എപ്രകാരമുള്ള ദയയാണ് കർത്താവിന്റേത് എന്ന് 103 സങ്കീർത്തനത്തിന്റെ 8 വാക്യത്തിൽ നാം വായിക്കുന്നു. യഹോവ കരുണയും കൃപയും നിറഞ്ഞവൻ ആകുന്നു, ദീർഘക്ഷമയും മഹാദയയും ഉള്ളവൻ തന്നെ. वो दया और करुणा से भरा हुआ परमेश्वर है। കരുണയും കൃപയും നിറഞ്ഞവനായ ദൈവം. उसके पास आज रात को आपके लिए थोड़ी करुणा नहीं है। ഇന്ന് രാത്രിയിൽ ഈ കർത്താവിന്റെ പക്കൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളത് കുറച്ച് കരുണ മാത്രമല്ല. उसके पास उसके दिल में आपके लिए आधा दिल का करुणा नहीं है। ആ കുറഞ്ഞ മനസ്സോടുകൂടെ ഉള്ള ഒരു ദയയല്ല കർത്താവ് वो കാണിക്കുന്നത്. अपने मन में भरा हुआ दया और करुणा आपको दिखाना चाहता है। തന്നിൽ നിറഞ്ഞു കവിയുന്ന ദയയാണ് കർത്താവ് നമുക്ക് വേണ്ടി തരുവാൻ उसके बारे ആഗ്രഹിക്കുന്നത്. में एक और बात पौलुस 2 कुरिन्थी 1 अध्याय 3 पद में हमें बताता है। കൊരിന്ത്യർക്കെതിരെ 2 ലേഖനം 1 അധ്യായത്തിന്റെ 3 വാക്യത്തിൽ ഈ കർത്താവിന്റെ കരുണയെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ എഴുതുന്നുണ്ട്. 2 कुरिन्थियों 1:3 2 കൊരിന്ത്യർ 1 അധ്യായത്തിന്റെ 3 വാക്യം. മനസ്സലിവുള്ള പിതാവും സർവാശ്വാസവും നൽകുന്ന ദൈവവുമായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. यहाँ पर हम पढ़ते हैं वो करुणा का पिता है। ഇവിടെ സർവാശ്വാസങ്ങളുടെയും പിതാവ് എന്ന നാം അവരെ കുറിച്ച് വായിക്കും. सारी दया का पिता है, स्रोत है वो। ആ സർവ്വ ദയയുടെയും ശ്രോതാവായി ഈ കർത്താവിനെ നാം और കാണുന്നു. ये करुणामय प्रभु यीशु मसीह यहाँ इस पापी स्त्री पर भी अपनी दया और करुणा दिखाता ഈ है। വലിയ കരുണയുള്ള ദൈവം പാപിയായ സ്ത്രീക്കും തന്റെ വലിയ കരുണ കാണിക്കുകയാണ്. जब लोग भीड़ प्रभु के पास आई ഈ വലിയ പുരുഷാരം കർത്താവിന്റെ അടുക്കൽ വന്നപ്പോൾ और प्रभु कब पूछने लगे, हम क्या करें इस स्त्री को? ഈ സ്ത്രീയെ കുറിച്ച് ഇവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ प्रभु ने कहा, तुम में जो निष्पाप है वो पत्थर मारे। കർത്താവ് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവർ കല്ലെറിയട്ടെ. क्या हुआ? എന്താണ് സംഭവിച്ചത്? छोटे से बड़े तक सब चले गए। ചെറിയവർ മുതൽ വലിയവർ വരെ എല്ലാവരും പോയി. 2 जने बाकी बचे, അവിടെ 2 പേർ മാത്രം ശേഷിച്ചു. एक स्त्री और एक प्रभु यीशु मसीह। ആ സ്ത്രീയും കർത്താവായ യേശു ക്രിസ്തു. मैं आपको पूछना चाहता हूँ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, क्या उस भीड़ में कोई ऐसा था जो उस स्त्री पर पत्थर मार सकता है? ആ പുരുഷാരത്തിൽ ആ സ്ത്രീയെ കല്ലെറിയുവാൻ യോഗ്യരായി ആരെങ്കിലും ഉണ്ടായിരുന്നോ? क्या कोई निष्पाप व्यक्ति उनके बीच में था जो उस स्त्री को पत्थर मार सकता है? ആ സ്ത്രീയെ കല്ലെറിയുവാൻ പാപമില്ലാത്തവരായി ആരെങ്കിലും അവിടെ ഉണ്ടായിരുന്നോ? एक जना था, കേവലം ഒരുവൻ മാത്രം. उसका नाम है प्रभु यीशु मसीह। അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. अभी शाम को भी हमने प्रभु के दास के द्वारा सुना, ഈ രാത്രിയിലും സന്ധ്യാസമയത്ത് ദൈവദാസനോട് നാം वो ശ്രദ്ധിക്കുകയായിരുന്നു. निर्दोष और निष्पाप बनकर इस दुनिया में आया। ഈ ലോകത്തിൽ പാപമില്ലാത്തവനായി അവൻ वो വന്നവനാണ്. निष्पाप था, चाहता तो पत्थर मार सकता था, അവൻ പാപമില്ലാത്തവനാണ്, വേണമെങ്കിൽ ആ സ്ത്രീയെ കല്ലെറിയാമായിരുന്നു. लेकिन वो दया से भरा हुआ परमेश्वर, എന്നാൽ ദയയിൽ നിറഞ്ഞവനാണ് നമ്മുടെ वो കർത്താവ്. करुणा से भरा हुआ परमेश्वर। കരുണാ സമ്പന്നനാണ് നമ്മുടെ കർത്താവ്. उसने कहा, मैं भी तुझे दंड नहीं देता, मैं भी तुझे पत्थर नहीं मारता, जा वापस आगे पाप ना करना। അതുകൊണ്ട് അവൻ പറയുന്നു, ഞാനും നിന്നെ ശിക്ഷ വിധിക്കുന്നില്ല, നീ പോക, ഇനി പാപം ചെയ്യരുത്. पत्थर मारने वाला व्यक्ति, दंड देने वाला व्यक्ति स्वयं माफीनामा देता। കല്ലെറിയുവാൻ യോഗ്യതയുള്ളവൻ, ശിക്ഷിക്കുവാൻ യോഗ്യതയുള്ളവൻ പറയുകയാണ്, ഞാനും നിന്നെ ശിക്ഷിക്കുന്നില്ല, പോകാം. प्रभु यीशु मसीह करुणामय प्रभु है, ആ കൃപയുള്ളവനാണ് നമ്മുടെ കർത്താവായ യേശു. और प्रभु यीशु मसीह की करुणा हम कलवरी क्रूस पर और सुंदर तरीके से देखते ഈ हैं। കർത്താവിന്റെ വലിയ കൃപ കാൽവരിയുടെ ക്രൂശിൽ
ക്രൂശിലാണ് നാം വ്യക്തമായി उस കാണുന്നത്. स्त्री को तो बोल दिया जा फिर पाप ना करना, ആ സ്ത്രീയോട് അവൻ പറഞ്ഞു, പോക, ഇനി പാപം ചെയ്യരുത്. लेकिन पाप का दंड का क्या होगा? എന്നാൽ പാപത്തിന്റെ ശിക്ഷ ആര് അനുഭവിക്കും? उसके पाप का दंड किसको मिलेगा? ഈ സ്ത്രീയുടെ പാപത്തിന്റെ ശിക്ഷ ആരനുഭവിക്കും? उसको दंड के बगैर छोड़ नहीं सकते. ശിക്ഷയില്ലാതെ ഇവളെ വിടുവാനായിട്ട് കഴിയുകയില്ല. उसको कहा तू जा फिर पाप ना करना, കർത്താവ് അവളെ പറഞ്ഞു വിടുകയാണ്, നീ പോക, ഇനി പാപം ചെയ്യരുത്. तो फिर उसके पाप का दंड कौन भरेगा? എന്നാൽ അവൾ ചെയ്ത പാപത്തിന്റെ ശിക്ഷ ആരനുഭവിക്കും? कुछ समय के बाद कलवरी क्रूस पर एक व्यक्ति को लटकते हुए हम देखते हैं. കുറച്ചു സമയത്തിന് ശേഷം കാൽവരിയുടെ ക്രൂശിൽ യാഗമായി തീരുന്ന ഒരു വ്യക്തിയെ നാം കാണുന്നു. वो और कोई नहीं, यही व्यक्ति है जिसने कहा जा फिर पाप ना അത് करना. മറ്റാരുമല്ല, ഈ സ്ത്രീയെ പോക, ഇനി പാപം ചെയ്യരുതെന്ന് പറഞ്ഞ് പോകുവാൻ അനുവദിച്ചവൻ തന്നെയാണ്. मानो प्रभु ने कहा मैं तुझे दंड नहीं दे रहा, लेकिन तेरा दंड मैं उठा लूंगा. ആ സ്ത്രീയോട് കർത്താവ് ഒരു പക്ഷെ എങ്ങനെയായിരിക്കും പറഞ്ഞത്, പോക, ഞാൻ നിന്നെ ശിക്ഷിക്കുന്നില്ല, എന്നാൽ നിന്റെ ശിക്ഷ ഞാൻ അനുഭവിക്കാൻ പോകുകയാണ്. अजीजों, आज रात को प्रभु यीशु मसीह आपसे भी यही कहना चाहता है. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇന്ന് രാത്രിയിൽ കർത്താവ് നിങ്ങളോടും ഇത് തന്നെയാണ് പറയുന്നത്. अपने जीवन में अनेक पाप और गुनाह किए होंगे. നിങ്ങളുടെ ജീവിതത്തിൽ എത്രയോ അധികം പാപം നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും. मैं आपके जीवन के बारे में नहीं जानता, നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് എനിക്ക് അറിയില്ല. शायद आपके दोस्त नहीं जानते, നിങ്ങളുടെ സുഹൃത്തുക്കൾ ഒരുപക്ഷെ നിങ്ങളുടെ പാപ ജീവിതത്തെ കുറിച്ച് शायद അറിയില്ല. आपके परिवारजन नहीं जानते, നിങ്ങളുടെ കുടുംബാംഗങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് അറിയുന്നവരല്ല. लेकिन एक खुदावंद है जो सब जानता है. എന്നാൽ എല്ലാം അറിയുന്ന ഒരു ദൈവമുണ്ട്. हमारे विचारों को दूर से समझने वाला परमेश्वर है. നമ്മുടെ ചിന്തകളെ പോലും ദൂരത്തു നിന്ന് മനസ്സിലാക്കുന്നവൻ. वो हमारे गुनाहों का दंड अपने ऊपर उसने सहा. നമ്മുടെ പാപത്തിന്റെ ശിക്ഷ മുഴുവൻ അവൻ തന്നിൽ ഏറ്റെടുക്കുകയാണ്. आपके पापों के कारण उसके हाथों में कीलें ठोकी गई. നിങ്ങളുടെ പാപ നിമിത്തം അവന്റെ കൈകൾ തുളയ്ക്കപ്പെട്ടു. आपके पैर के किए हुए पापों के कारण उसके पैरों में कीलें ठोकी നമ്മുടെ गई. കാലുകൊണ്ടും ചെയ്ത പാപത്തിന് നിമിത്തം അവന്റെ കാലുകൾ ശിക്ഷിക്കപ്പെട്ടു. आपके पापों के कारण उसके मुंह पर थूका गया. നമ്മുടെ പാപ നിമിത്തം അവന്റെ മേൽ തുപ്പുകയുണ്ടായി. आपके पापों के कारण उसके दाढ़ी के बाल एक एक करके नोचे गए. നിങ്ങളുടെ പാപ നിമിത്തം അവന്റെ താടിരോമങ്ങൾ പിഴുത് എറിയുകയുണ്ടായി. आपके पापों के कारण उसकी पीठ पर 39 कोड़े मार मार कर उसकी पीठ छलनी कर दी गई. നിങ്ങളുടെ പാപ നിമിത്തം അവനെ ദണ്ഡിപ്പിച്ച് അടിച്ച് നിന്ദിക്കുകയുണ്ടായി. आपके पापों के कारण उसके सर पर बड़े बड़े कांटों का ताज गूंथ कर रखा നിങ്ങളുടെ गया. വലിയ പാപങ്ങൾ നിമിത്തം അവന്റെ തലയിൽ മുൾക്കിരീടം വെച്ച് അടിക്കുകയുണ്ടായി. आपके पाप और गुनाहों के कारण उसके सिर पर सरकंडे से मारा गया. ആ വടികൊണ്ട് തലയിൽ അവനെ നിങ്ങളുടെ പാപം നിമിത്തം അടിക്കുകയുണ്ടായി. आपके पापों के कारण उसके आंखों में पट्टी बांधकर वह सैनिकों ने मुक्के और घूसे मारकर मजाक किया. पूछा बता तुझे किसने मारा? നിങ്ങളുടെ പാപ നിമിത്തം അവന്റെ കണ്ണുകളെ കെട്ടി അവനെ അടിച്ച് നിന്ദിച്ച് പടയാളികൾ ചോദിക്കുന്നു, പറയുക, നിന്നെ അടിച്ചവൻ ആരാണ്? आपके पापों का दंड यीशु मसीह ने कलवरी क्रूस पर चुकाया. നിങ്ങളുടെ പാപത്തിന്റെ സർവ്വ ശിക്ഷയും യേശു കർത്താവ് ക്രൂശിൽ प्रभु വഹിക്കുകയുണ്ടായി. यीशु मसीह ने ऐसा इसलिए किया क्योंकि वो दयालु और करुणामय प्रभु है. ഇതെല്ലാം കർത്താവ് ചെയ്തത് കൃപയുള്ളവനായതുകൊണ്ടാണ്, ദയയുള്ളവനായതുകൊണ്ടാണ്. परमेश्वर पिता का पूरा पूरा प्रकोप और क्रोध उसके ऊपर आन पड़ा. പിതാവായ ദൈവത്തിന്റെ പാപത്തിന്റെ മേലുള്ള സകല ശിക്ഷയും അവന്റെ മേൽ വരികയുണ്ടായി. जो देखने में 10,000 से भी सुंदर था, क्रूस पर इतना विरूप हो गया, दूर से देखने से समझ में नहीं आता वो मनुष्य है या मांस का लोथड़ा. 10,000-ത്തിലധികം സുന്ദരനായിരിക്കുന്ന നമ്മുടെ കർത്താവ് ക്രൂശിൽ ഒരു മാംസകഷ്ണമായി വിരൂപനായി മനുഷ്യനെന്ന് പോലും മനസ്സിലാക്കുവാൻ കഴിയാത്തവനായി തീരുകയാണ്. कारण ഇതിന്റെ എല്ലാം കാരണം എന്താണ്? यीशु मसीह करुणा दिखा. യേശു കർത്താവ് കൃപയുള്ളവനാണ്, കരുണയുള്ളവനാണ്. यदि आज से 10 साल पहले उसने इस पापित स्त्री से कहा जा मैं भी तुझे दंड नहीं देता, ഈ പാപിയായ സ്ത്രീയോട് കർത്താവ് 2010 വർഷം മുൻപ് പോക, ഞാൻ നിന്നെ ശിക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞെങ്കിൽ ध्यान से आपकी दिल की आवाज को सुनिए. आज रात को प्रभु धीरे से आपके कानों में भी यही कह रहा है, जा तेरे गुनाहों के लिए मैं भी तुझे दंड नहीं देता. നിങ്ങളുടെ ഹൃദയത്തിലും ഇന്ന് രാത്രിയിൽ നിങ്ങളോടും കർത്താവ് ഒരു പക്ഷേ ഇത് പറയുന്നുണ്ടാകും, പോക, ഞാൻ നിങ്ങളെ ശിക്ഷിക്കുന്നില്ല. तेरा दंड मैंने उठा लिया, നിങ്ങളുടെ ശിക്ഷ ഞാൻ അനുഭവിച്ചു. तेरा दंड मैंने क्रूस पर सह लिया. നിങ്ങൾക്ക് വേണ്ടിയുള്ള സകല ശിക്ഷയും ക്രൂശിൽ ഞാൻ അനുഭവിച്ചു. अब तू जा, आजाद होकर जा. ഇപ്പോൾ നീ സ്വതന്ത്രനായി പോയിക്കൊള്ളുക. अब तू इस बंधन से आजाद होकर जा. ഇവിടെ നിന്ന് സ്വതന്ത്രനായി പോയിക്കൊള്ളുക. मेरे घर में जा, നിന്റെ ഭവനത്തിലേക്ക് പോക, मेरे मोहल्ले में जा, നിന്റെ ആ സ്ഥലത്തേക്ക് കടന്നു പോക, मेरे उसी पुरानी गली में जा, നീ താമസിക്കുന്ന ഇടത്തേക്ക് നീ കടന്നു പോക. लेकिन फिर पाप ना करना. എന്നാൽ ഇനി പാപം ചെയ്യരുത്. मैं भी तुझे दंड नहीं देता. ഞാനും നിനക്ക് ശിക്ഷ തരുന്നില്ല. यीशु मसीह अनुग्रह दिखाता है. കൃപ കാണിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. यीशु मसीह करुणा दिखाता है. കരുണയുള്ളവനാണ് നമ്മുടെ ദൈവം. करुणा का मतलब क्या है? കരുണയുടെ അർത്ഥം എന്താണ്?
वो दंड नहीं पाना जो पाने के हम योग्य हैं। നമുക്ക് യോഗ്യമായിരിക്കുന്ന ശിക്ഷ നമുക്ക് നൽകാതിരിക്കുക. प्रभु यीशु मसीह के दाएं और बाएं ओर दो चोर लटकाए गए। കർത്താവിന്റെ ഇരുവശത്തും ക്രൂശിക്കപ്പെട്ട കള്ളന്മാരെ നാം കാണുന്നു. एक चोर ने दूसरे चोर से कहा, हम तो न्यायानुसार दंड पा रहे हैं। അവരിൽ ഒരുവൻ മറ്റൊരുവനോട് പറയുകയാണ്, നാം നിയമപ്രകാരം ന്യായമായിട്ടുള്ള ശിക്ഷ അനുഭവിക്കുന്നു. पाप किया है तो दंड तो पाना ही है। നാം തെറ്റ് ചെയ്തെങ്കിൽ അതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടവരാണല്ലോ. लेकिन यहाँ एक व्यक्ति है जो कहता है, मैं तुझे दंड नहीं दे सकता हूँ लेकिन नहीं देता, जा आजाद हो। എന്നാൽ ഇവിടെ മറ്റൊരുവനെ നാം കാണുന്നു, ഞാൻ നിന്നെ ശിക്ഷ വിധിക്കുവാൻ യോഗ്യനാണെങ്കിലും ശിക്ഷ വിധിക്കുന്നില്ല, പോക, പാപം ചെയ്യരുത്. यीशु मसीह अनुग्रह देता है। അനുഗ്രഹം കൃപ ചെയ്യുന്നവനാണ് നമ്മുടെ കർത്താവ്. यीशु मसीह करुणा दिखाता है। കരുണയുള്ളവനാണ് നമ്മുടെ കർത്താവ്. और अंत में यीशु मसीह का संदेश क्या है? അവസാനമായി ഈ കർത്താവിന്റെ വലിയ സന്ദേശം എന്താണ്? इस पापिन स्त्री को देखकर कहता है, ഈ സ്ത്രീയെ നോക്കിക്കൊണ്ട് കർത്താവ് പറയുകയാണ്, 11वें पद में उसने कहा, जा फिर पाप कतई मत करना। 11ാം വാക്യത്തിൽ കർത്താവ് പറയുന്നു, പോക, ഇനി പാപം ചെയ്യരുത്. आगे को पाप ना करना, ഇനിയുള്ള ജീവിതത്തിൽ നീ പാപം ചെയ്യുവാൻ പാടില്ല. मतलब आगे को अपवित्र नहीं, पवित्र जीवन बिताना। എന്ന് പറഞ്ഞാൽ ഇനി അശുദ്ധ ജീവിതമല്ല, പാപജീവിതമല്ല, വിശുദ്ധ ജീവിതം നയിക്കേണ്ടവളാണ്. ये भला कैसे हो सकता है? ഇതെങ്ങനെ സംഭവിക്കും? इतने साल तक पाप में रहने वाली स्त्री अब अचानक पवित्र जीवन कैसे बिता सकती है? പാപിയായ ജീവിതം നയിച്ച ഈ സ്ത്രീ പെട്ടെന്ന് തന്നെ ഒരു വിശുദ്ധ ജീവിതം എങ്ങനെ നയിക്കും? इसलिए यीशु मसीह ने 12वें पद में यूं कहा, അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു 12ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, जगत की ज्योति मैं हूँ, ലോകത്തിന്റെ വെളിച്ചം ഞാനാകുന്നു. जो मेरे पीछे चलेगा वह अंधकार, दुनिया के अंधकार में ठोकर नहीं खाएगा, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവരാണ്, परंतु जीवन की ज्योति पाएगा। അങ്ങനെയുള്ളവർ ജീവന്റെ വെളിച്ചമുള്ളവരായി തീരും. ये प्रभु का संदेश है, ഇതാണ് കർത്താവ് നൽകുന്ന സന്ദേശം, पवित्र जीवन बिताना। വിശുദ്ധ ജീവിതം നയിക്കുക. देखिए पतरस ने क्या कहा अपनी पत्री में। അപ്പോസ്തലനായ പത്രോസ് തന്റെ ലേഖനത്തിൽ എന്താണ് ഇതിനെ കുറിച്ച് പറയുന്നത്? पहला पतरस पहला अध्याय 15 और 16 पद। പത്രോസിന്റെ 1ാം ലേഖനം 1ാം അധ്യായത്തിന്റെ 15ഉം 16ഉം വാക്യങ്ങളിൽ. पहला पतरस पहला अध्याय 15 और 16 पद। 1 പത്രോസ് 1ാം അധ്യായം 15ഉം 16ഉം വാക്യങ്ങൾ. പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുകയും ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. यही प्रभु यीशु मसीह का संदेश है। ഇതാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ സന്ദേശം. मैं पवित्र हूँ इसलिए तुम भी पवित्र बनो। ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും. यदि यहाँ पर ऐसे कोई बैठे हैं जिन्होंने प्रभु यीशु मसीह पर विश्वास किया है ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചവരായ ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ, और आपने अनुग्रह का उद्धार दान आपके जीवन में पाया है, ആ രക്ഷയുടെ സുവിശേഷം അംഗീകരിച്ച് രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ, ऐसे लोगों को देखकर प्रभु कहता है पवित्र जीवन बिताना। അങ്ങനെയുള്ളവരോട് കർത്താവ് പറയുന്നത് വിശുദ്ധ ജീവിതം നയിക്കുക. पवित्र जीवन क्यों बिताना? എന്തുകൊണ്ട് വിശുദ്ധ ജീവിതം നയിക്കണം? क्योंकि पवित्रता हमें यीशु मसीह के समान बनाती है। നമ്മുടെ വിശുദ്ധ ജീവിതം നമ്മെ കർത്താവിന് സമരാക്കി തീർക്കുകയാണ്. हमारे जीवन की पवित्रता, प्रभु की पवित्रता हमारे जीवन से सारी अशुद्धता को दूर करती है। കർത്താവിന്റെ വിശുദ്ധി നമ്മുടെ ജീവിതത്തിലെ സകല അശുദ്ധിയെയും നീക്കുന്നതാണ്. और याद रखना, पवित्रता और आदर दोनों साथ साथ चलते हैं। ആ വിശുദ്ധിയും ആദരണപൂർവമായ ജീവിതവും ഒന്നിച്ചുള്ളതാണ്. जिसका चरित्र पवित्र है उसको आदर और सम्मान मिलता है। സ്വഭാവം നല്ലവരായിരിക്കുന്നവരെ നാം ബഹുമാനിക്കാറുണ്ട്, ആദരിക്കാറുണ്ട്. मुझे नहीं मालूम किसने कहा, ഇത് ആര് പറഞ്ഞു എന്നുള്ളത് എനിക്കറിയില്ല. लेकिन कहने वाले ने सही कहा। എന്നാൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് വളരെ സത്യമാണ്. धन गया कुछ नहीं गया, പണം നഷ്ടപ്പെട്ടാൽ ഒന്നും നഷ്ടപ്പെട്ടില്ല. स्वास्थ्य गया थोड़ा कुछ गया, ആരോഗ്യം നഷ്ടപ്പെട്ടാൽ കുറച്ച് നഷ്ടപ്പെട്ടു. चरित्र गया तो सब कुछ गया। സ്വഭാവം നഷ്ടപ്പെട്ടാൽ സകലവും നഷ്ടപ്പെട്ടു. चरित्र है तो सब कुछ है, സ്വഭാവമുണ്ടെങ്കിൽ എല്ലാമുണ്ട്. गवाही है, पवित्रता है तो आदरमान है। സാക്ഷ്യമുണ്ടെങ്കിൽ, വിശുദ്ധ ജീവിതമുണ്ടെങ്കിൽ നാം ബഹുമാനിക്കപ്പെടുമെന്നുള്ളത് സംശയമില്ല. प्रभु यीशु मसीह का अनुग्रह हमने सुना, കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയെക്കുറിച്ച് നാം ശ്രദ്ധിച്ചു. प्रभु यीशु मसीह के करुणा के बारे में हमने सुना, കർത്താവിന്റെ ദയയെക്കുറിച്ച് നാം ശ്രദ്ധിച്ചു. प्रभु यीशु मसीह के संदेश के बारे में हमने सुना। കർത്താവിന്റെ സന്ദേശം നാം ശ്രദ്ധിക്കുകയുണ്ടായി. प्रभु को जो काम करना था प्रभु ने कर दिया है, കർത്താവിന് ചെയ്യുവാനുള്ളതെല്ലാം താൻ പൂർണ്ണമായി ചെയ്തു. और आज जो काम आपको करना है, आपको करने के लिए एक अवसर मैं देना चाहता हूँ। എന്നാൽ നിങ്ങൾക്കിനി ചെയ്യുവാനുള്ളതിന് ഒരവസരം നിങ്ങൾക്ക് തരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. आपको क्या करना है? എന്താണ് ചെയ്യേണ്ടത്? जहाँ भी आप बैठे
बैठे हैं, നിങ്ങൾ എവിടെ ഇരിക്കുന്നവരായാലും, जहाँ भी आप खड़े हैं, നിങ്ങൾ എവിടെ ഈ കൂട്ടത്തിൽ एक നിൽക്കുന്നവരായാലും विश्वास की प्रार्थना दिल की गहराई से करें। ആ ഹൃദയത്തിൽ നിന്ന് വിശ്വാസത്തിന്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കുവാനിടയാകട്ടെ. दिल से इसलिए क्योंकि परमेश्वर दिल देखता, ആ ഹൃദയത്തിൽ നിന്ന് ഇതുകൊണ്ടാണ് നമ്മുടെ ഹൃദയത്തെ കാണുന്നവനാണ് നമ്മുടെ ദൈവം. मनुष्य बाहरी रूप देखता है लेकिन खुदा मन को जांचता है। നമ്മുടെ പുറമെയുള്ളത് മനുഷ്യൻ നോക്കുമ്പോൾ ഹൃദയത്തെ കാണുന്നവനാണ് ദൈവം. हृदय के गहराई से विश्वास के साथ यूं प्रार्थना करें, ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് വിശ്വാസത്തോടുകൂടെ ഇങ്ങനെ പ്രാർത്ഥിക്കുക. प्रभु जी मैं पापी हूँ, കർത്താവേ, ഞാൻ പാപിയായ ഒരു വ്യക്തിയാണ്, मुझे माफ कीजिए, എന്നോട് ക്ഷമിക്കണമേ, मेरे जीवन में आइए, എന്റെ ജീവിതത്തിലേക്ക് അവിടുന്ന് കടന്നു വരണമേ, मुझे अपना संतान बनाइए। എന്നെ അവിടുത്തെ മകനായ മകളായി തീർക്കണമേ. एक सरल सादगी प्रार्थना आप करें, ഈ ലളിതമായ പ്രാർത്ഥന നാം പ്രാർത്ഥിക്കുമ്പോൾ परमेश्वर आपके विश्वास का आदर करेगा, ദൈവം നിങ്ങളുടെ വിശ്വാസത്തെ ആദരിക്കുവാൻ परमेश्वर പോകുകയാണ്. आपके प्रार्थना को कबूल करेगा നിങ്ങളുടെ പ്രാർത്ഥനയെ ദൈവം സ്വീകരിക്കും. और अपना उद्धार दान, अनुग्रह का दान, मुक्ति दान, क्षमा दान और जीवन दान आपको देगा। നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് തന്റെ വലിയ രക്ഷയെ, വലിയ വിടുതലിനെ, പാപത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പിനെ, എന്നേക്കുമായുള്ള നിത്യജീവനെ ദൈവം തരും. आइए हम हमारे सरों को झुकाएं, നാം നമ്മുടെ തലകളെ വണക്കാം, आइए हमारी आंखों को हम बंद करें। നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. अगले कुछ पलों के बाद ये सभा समाप्त होने वाली है। കുറച്ചു സമയത്തിന് ശേഷം ഈ മീറ്റിംഗ് ഇന്നിവിടെ അവസാനിക്കുകയാണ്. ये एक बहुत पवित्र समय है, വളരെ വിശേഷമായ സമയമാണിത്. मेहरबानी से उठ कर ना जाएं। ആരും ഇവിടെ നിന്ന് എഴുന്നേറ്റ് ഒരിക്കലും പോകരുത്. विश्वासी लोगों से निवेदन है आप प्रार्थना में ठहरे ഇവിടെ रहें। ഇരിക്കുന്ന വിശ്വാസികൾ പ്രാർത്ഥനയോടുകൂടി ഇരിക്കണമേ. मैं आपको बताना चाहता ഞാൻ हूँ, നിങ്ങളോട് പറയട്ടെ, जब सभी सर झुके हुए हैं, എല്ലാ തലകളും അടങ്ങിയിരിക്കുമ്പോൾ, जब सभी आंखें बंद हैं, എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കുമ്പോൾ, क्या आप एक निर्णय इस यीशु मसीह के लिए करना चाहते हैं? ഈ കർത്താവായ യേശുവിന് വേണ്ടി തങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുവാൻ ആര് തയ്യാറാകും? हजारों साल पहले ये स्त्री पापी अवस्था में प्रभु के पास लाई गई, 1000 വർഷങ്ങൾക്ക് മുൻപ് ഈ സ്ത്രീ പാപിയായി കർത്താവിന്റെ അടുക്കിലേക്ക് കൊണ്ടുപോയി. लेकिन एक संत बनकर वापस अपने घर को लौटी। അവൾ പാപിയായി വന്നെങ്കിലും ഒരു വിശുദ്ധയായി മടങ്ങി പോകുവാനിടയായി. क्या हुआ? എന്താണ് സംഭവിച്ചത്? उसने यीशु मसीह पर विश्वास किया। ആ സ്ത്രീ യേശു കർത്താവിൽ വിശ്വസിച്ചു. आज रात को ഇന്നു രാത്രിയിൽ यदि आप भी इस यीशु मसीह पर विश्वास करें, ഈ കർത്താവായ യേശു ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ये जीवन दान और क्षमा दान आपका हो सकता है। ഈ രക്ഷ നിങ്ങൾക്കും ലഭിക്കുവാനിടയാകും. यीशु मसीह ने कहा, मार्ग, सत्य और जीवन मैं ही हूँ। യേശു കർത്താവ് പറയുണ്ടായി, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. यीशु मसीह ने कहा, परमेश्वर ने संसार से ऐसा प्रेम रखा कि उसने अपना इकलौता पुत्र दे दिया, ताकि जो कोई, मतलब हर कोई, मतलब कोई भी उस पर विश्वास करे वह नाश न हो परंतु अनंत जीवन पाए। കർത്താവായ യേശു ക്രിസ്തു പ്രകാരം അരുളി ചെയ്തു, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. यीशु मसीह ने कहा, जिसके पास पुत्र है उसके पास जीवन है। जो पुत्र की नहीं मानता वह जीवन को नहीं देखेगा परंतु परमेश्वर का क्रोध उस पर बना रहे। യേശു കർത്താവ് പറഞ്ഞു, പുത്രനുള്ളവന് ജീവനുണ്ട്, പുത്രനില്ലാത്തവനോ ജീവനെ കാണുകയില്ല, അവൻ നിത്യദണ്ഡനമാണ് അനുഭവിക്കുവാൻ. ये परमेश्वर की योजना है ഇത് ദൈവത്തിന്റെ പരിപാടിയാണ്. कि आप पापों की क्षमा प्राप्त करें, പാപത്തിൽ നിന്ന് വീണ്ടെടുപ്പ് പ്രാപിക്കുക, अनंत जीवन प्राप्त करें। നിത്യജീവൻ അനുഭവിക്കുന്നവരാകുക. आज के बाद पाप में मरने की जरूरत नहीं है। ഇന്നത്തേന് ശേഷം നിങ്ങൾ പാപത്തിൽ മരിക്കേണ്ട ആവശ്യമില്ല. आज के बाद पाप में जीने की जरूरत नहीं है। ഇനി പാപത്തിൽ ജീവിക്കേണ്ട ആവശ്യമില്ല. यीशु मसीह ने आपकी ओर अपना हाथ बढ़ाया है। യേശു കർത്താവ് തന്റെ കരം നിങ്ങൾക്ക് വേണ്ടി क्या നീട്ടിയിരിക്കുകയാണ്. आप भी अपना हाथ बढ़ाकर प्रभु यीशु मसीह को थामना चाहते हैं? നിങ്ങൾ നിങ്ങളുടെ കരങ്ങളെ നീട്ടി കർത്താവിനെ സ്വീകരിക്കുവാൻ തയ്യാറാണോ? यदि आप ऐसा करना चाहते हैं, അങ്ങനെ നിങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ मैं एक अवसर आपको देना चाहता हूँ। ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി തരുവാൻ ആഗ്രഹിക്കുക. जहाँ भी आप बैठे हैं, നിങ്ങൾ എവിടെയാണ് ഇരിക്കുന്നതെങ്കിലും मेहरबानी से अपने स्थानों में यदि आप खड़े हो जाएं, തങ്ങളുടേതായ സ്ഥലങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കുകയാണെങ്കിൽ मैं आपको देख सकता हूँ, ഞാൻ നിങ്ങളെ കാണുവാനിടയാകും, मैं आपके लिए प्रार्थना कर सकता हूँ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനിടയാകും. और परमेश्वर आपको आशीष देगा। കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. क्या कोई है जो अपना जीवन प्रभु यीशु मसीह को देना चाहता है? ഈ നിലയിൽ തങ്ങളുടെ ജീവിതത്തെ കർത്താവിന് സമർപ്പിക്കുവാൻ ആരെങ്കിലും താല്പര്യപ്പെടുന്നുണ്ടോ? शर्माने की जरूरत नहीं है, ലജ്ജിക്കേണ്ട ആവശ്യമില്ല. लज्जाने की जरूरत नहीं है। നാം നമ്മെ കുറിച്ച് ലജ്ജിക്കേണ്ട യാതൊരു ആവശ്യമില്ല. पवित्र समय है, വളരെ വിശുദ്ധമായ സമയമാണ്. परमेश्वर ने आपके दिल से बातचीत की है। കർത്താവ് നിങ്ങളുടെ ഹൃദയങ്ങളോട് സംസാരിച്ചിരിക്കുകയാണ്. यदि कोई है, मेहरबानी से आप खड़े हो जाएं, हम आपको देखना चाहते हैं। ആരെങ്കിലും ഈ നിലയിലുണ്ടെങ്കിൽ ദയവായി എഴുന്നേറ്റ് നിൽക്കുക, ഞങ്ങൾക്ക് നിങ്ങളെ കാണുവാൻ അവസരമുണ്ടാകും. क्या कोई है? ആരെങ്കിലും ഉണ്ടോ? भाइयों में से कोई है? സഹോദരന്മാരുടെ ഭാഗത്തുനിന്ന് ആരെങ്കിലും ഉണ്ടോ?
बहनों में से कोई है സഹോദരിമാരുടെ ഭാഗത്തുനിന്ന് ആരെങ്കിലും ഉണ്ടോ? समय को व्यर्थ ना गवाएं। നമ്മുടെ സമയത്തെ നമുക്ക് നഷ്ടപ്പെടുത്തുവാനിടയാകരുതേ. आज का अवसर कल मिले ना मिले कोई भरोसा नहीं. ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന അവസരം പിന്നീട് ലഭിക്കുമെന്ന് നമുക്ക് ചിന്തിക്കുവാനിടയില്ല. क्या कोई है जो जीवन में पापों की क्षमा पाना चाहता है? ജീവിതത്തിൽ പാപത്തിന്റെ ക്ഷമ പ്രാപിക്കുവാൻ ആര് ആഗ്രഹിക്കുന്നു? यहाँ बैठने वालों में या बाहर सुनने वालों में कोई भी है जो क्षमा दान और जीवन दान पाना चाहता है, आप मेहरबानी से आपके स्थानों में खड़े हो जाएं. ഇവിടെ ഇരിക്കുന്നവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ, പുറകിൽ ഉള്ളവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഈ രക്ഷ അനുഭവിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ദയവായി എഴുന്നേറ്റ് നിൽക്കുക. एक अवसर मैं आपको देना चाहता हूं. ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടിയാണ്. आज ये संदेश उद्धार का संदेश है. ഇത് രക്ഷയുടെ സന്ദേശമാണ്. यदि आप इसे नजरअंदाज करें, എന്നാൽ നാം ഇതിനെ അവഗണിച്ചു പോയാൽ कल यही संदेश आपके न्याय का कारण बनेगा. ഈ വചനം തന്നെ നിങ്ങളെ ന്യായവിധിക്ക് കാരണമാക്കി തീർക്കും. ऐसा कभी आपके जीवन में ना होने पाए. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകാതിരിക്കട്ടെ. क्या कोई है जो प्रभु को पाना चाहता है? യേശു കർത്താവിനെ സ്വീകരിപ്പാൻ, രക്ഷകനായി അംഗീകരിപ്പാൻ ആരെങ്കിലും തയ്യാറാകുന്നുണ്ടോ?